ഹലോ, ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി പൗഡർ ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു നോർമൽ ചട്നി പൗഡറല്ല, ഒരു ഒമേഗ 3 റിച്ച് നല്ല നല്ല ന്യൂട്രീഷണലായിട്ടുള്ള ഒരു ചട്നി പൗഡറാണ്. സാധാരണ നമ്മൾ ചട്നി പൗഡർ ഉണ്ടാക്കുമ്പോൾ തേങ്ങായും ഒരു കഷ്ണം പുളിയും ഇഞ്ചിയും കരിയാപ്പലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് മൂപ്പിക്കുന്ന പോലെ തന്നെ ആദ്യം ഇതെല്ലാം നമ്മൾ മൂപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുക. അതിനുശേഷം എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ലതായിട്ട് മൂത്ത് വരണം, നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് നോർമലി നമ്മൾ ചട്നി പൗഡർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഈ ഒരു പ്രൊസീജിയർ ഇത്രേ ഉള്ളൂ. ഇനിയാണ് ഇതിനകത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഒമേഗ 3 റിച്ച് ആണ്, അതായത് നമുക്ക് ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിലുള്ളത്, ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഒമേഗ 3 ഉള്ള ഫുഡുകൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല ഫാറ്റ് സോഴ്സാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാക്സ് സീഡൊക്കെ നമുക്ക് എപ്പോഴും ഒന്നും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഒരു ചട്നി പൗഡറൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയായി അല്ലേ. അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. വെജിറ്റേറിയൻസിനൊക്കെ എപ്പോഴും ഈ ഒമേഗ 3 ഉള്ള സാധനങ്ങൾ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകും, ചില ആൾക്കാർക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ പ്രശ്നമൊക്കെയുള്ള ആൾക്കാർക്ക് ഈ ഫ്ലാക്സ് സീഡ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളൊരു സാധനമാണല്ലേ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡേ എടുത്തിട്ടുള്ളൂ. അതേപോലെ ആ സെയിം സ്പൂണിന് തന്നെ 3 ടേബിൾ സ്പൂൺ തേങ്ങായുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫ്ലാക്സ് സീഡ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ വറക്കുന്നത്, മറ്റേത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്തു. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ. വളരെ എളുപ്പമാണ്, നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. ചീത്തയാവുന്ന പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഞാൻ ഫ്രിഡ്ജിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മളിത് പൊടിച്ചെടുക്കണമെന്നേ ഉള്ളൂ. എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പീസിനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. ഞാനിത് പെയർ ചെയ്തത് റാഗി ദോശയായിട്ടാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ റാഗി ദോശയും അല്ലെങ്കിൽ നമുക്ക് സാദാ കോക്കനട്ട് ചട്നിയോ ഒക്കെയാണ് ഞാൻ കഴിക്കാറ്. പക്ഷേ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം ഇവിടെ മോനാണെങ്കിലും ഏട്ടനാണെങ്കിലും, മോന് അത്ര എരിവ് പറ്റത്തില്ല, പക്ഷേ ഏട്ടനും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.